ഏടാ മോനെ നമ്മുടെ ആവേശം സിനിമയിൽ നിന്ന് ഇറങ്ങിയിരിക്കാനുള്ള ഫാസ്റ്റ് ഫസ്റ്റ് എനിക്ക് തിരക്കായിട്ട് പോകാൻ പറ്റില്ല പടം കാണാൻ. പക്ഷെ പടം കണ്ട ഒരാൾ ഇവിടെ ഉണ്ട്, നമുക്ക് റിവ്യൂ ചോദിച്ചോ. എടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു അഡിക്സ? ആവേശം പടം കണ്ടു, പക്ഷേ ഒരാവേശമില്ലാത്ത പടം. ആവേശം ഇല്ലാത്ത പടം ആടാ, ഒരാവേശമില്ല. ആദ്യത്തെ ഒരു 15 മിനിറ്റില്ലേ ഒരാവേശമില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ആവേശം കേരളം കളിയാ. അങ്ങനെ പറ. അത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 15 മിനിറ്റ് ഞാനും ഇങ്ങനെ ഇരിക്കണായിരുന്നു, എന്ത് പടോടാ എന്നുള്ള രീതിയിൽ. പക്ഷെ ആദ്യത്തെ ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പടം തന്നെ ഒരു ആവേശമുണ്ട്. പൊന്നു മോനെ, അത് വേറെ ലെവല്. ആ ആവേശത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. കാരണം ആവേശം ഇല്ലാതെ കയറിപ്പോയി ആവേശത്തോടെ ഇറങ്ങി വന്നതാണ്. അമ്മാതിരി സീൻ, എന്റെ പൊന്നോ, പടമൊക്കെ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്. പുള്ളി ശരിക്കും പറഞ്ഞ ഓരോ പടത്തില്, എല്ലാ പടത്തിലും പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുന്നേ. അതേപോലെ തന്നെ ഓരോ പടത്തിലും പുള്ളി തകർത്തോണ്ടിരിക്കണേ. അതായത് ഈ പടത്തിന്റെ ശരിക്കും സാധാരണ നമ്മൾ പടം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോഴാണ് മ്യൂസിക് തന്നെ. ഇത് ഈ പടത്തിന്റെ ടൈറ്റിൽ തുടങ്ങുമ്പോൾ തന്നെ പുള്ളി ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ടൈറ്റിൽ കാണിക്കുന്നതും നമുക്ക് എന്താ പറയുക, ഒരു ആവേശത്തോടെയാണ് ആ ടൈറ്റിൽ നമുക്ക് കിട്ടുന്നത്. കാരണം അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ് അതിന്റെ റീസൺ. ആ പടത്തിന്റെ അവസ്ഥ നമ്മളാ ശരിക്കും ആ മ്യൂസിക്കിന്റെ ഉള്ളിലോട്ട് നമ്മളവിടെ കയറണേണ്. അത് പടം തീരുന്നവരെ നമ്മൾ ആ ഒരു ലോകത്താ. മനസ്സിലായ? ഇതാണ് മ്യൂസിക്കിന്റെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഡയറക്ടർ ചിദംബരം അറിയാലോ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. തമിഴ്നാട്ടിലൊക്കെ 100 കോടി അടിച്ച് ലൈനിൽ നിൽക്കണേ. കുറച്ചുകൂടി പുറകിലോട്ട് പോയാൽ നമ്മുടെ രോമാഞ്ചം ഹിറ്റാക്കിയ പടമാണ്. ഇപ്പൊ അടുത്തത് ആവേശം. ഇനി ഇതിനെ കൂടുതൽ ഞാൻ ഒന്നും പറയണ്ടല്ലോ. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ആക്ടേഴ്സിന്റെ കാര്യം. അതായത് കുറെ പേരുണ്ട് നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെ, നമ്മുടെ ഹിപ്സ്റ്ററൊക്കെ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂടാതെ രണ്ട് മെയിൻ ആയിട്ടുള്ള ആൾക്കാരെയാണ് എനിക്ക് ശരിക്കും ത്രൂ ആയിട്ട് പറയാനുള്ളത്. കാരണം ആ പടത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മയിൽ തന്നെ അതാണ്. അതില് ഫാസിൽ നിൽക്കട്ടെ, അത് ഞാൻ പറയാം. കാരണം നമുക്ക് പറയാതെ തന്നെ അറിയാലോ, അത് പറയാം. അത് കൂടാതെ സജിൻ ഗോപി അറിയാലോ, നമ്മുടെ രോമാഞ്ചത്തിൽ മറ്റേ സൗബിന്റെ ഒപ്പം ഓടണ സീനൊക്കെ ഇല്ലേ. അതായത് രോമാഞ്ചത്തിൽ അത്യാവശ്യം അക്കിട്ടിലെ റോള് ചെയ്തേക്കണം പുള്ളി തന്നെയാണ് ഇതിലും വന്ന് പൊളിച്ചടക്കി പോയേക്കണം. പുള്ളിയുടെ റോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആവേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ തന്നെ എന്താണ്, ഫാസിലിനല്ലേ. പക്ഷേ ഇനി ഈ പടം കണ്ടതിന് ആവേശം എന്ന് പറയുമ്പോഴേക്കും ഈ പുള്ളിനെയും കൂടി നമ്മൾ ഓർമ്മയിൽ വരും. കാരണം അമ്മാതിരി റോളും അമ്മാതിരി അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. ഓരോരോ എനിക്ക് ശരിക്കും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഓരോരോ അതിലെ ആക്ടിങ്ങും ആ ഓരോരോ കാര്യങ്ങൾ സീൻസൊക്കെ ഓർമ്മ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കാണ്ട് അമ്മാതിരി പുള്ളി വെറുതെ കിടുക്കി കളഞ്ഞേക്കണേണ്. പിന്നെ അറിയാലോ ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബറാണ്. പുള്ളി യൂട്യൂബിൽ തന്നെ അവന് കുറെ ഫാൻസ് ഉള്ളതാണ്. അവന്റെ ആദ്യത്തെ പടം തന്നെ അവൻ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫിലിമിൽ ത്രൂ ഔട്ട് റോൾ ഉണ്ട് അവനും അവന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പടം ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ. പിന്നെ പടത്തിന്റെ ഏകദേശം കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ കോളേജ് ലൈഫാണ് കാണിക്കുന്നത്. കോളേജ് ലൈഫിൽ വെള്ളോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. പഠിക്കാൻ വേണ്ടി പോയിട്ട് സീനിയറിന്റെ റാഗിങ് നമ്മൾ ഫേസ് ചെയ്യുന്നു. അതിൽ നല്ല അത്യാവശ്യം ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. പിന്നെ അത് തിരിച്ച് പകരം വീട്ടുക. അതാണ് ശരിക്കും ഒരു കഥ. അതിനൊരു ലോക്കൽ സെറ്റപ്പ് ഉണ്ടാക്കുക, അതാണ് ശരിക്കും കഥ. പക്ഷെ ആ ഒരു കഥ നമ്മൾക്ക് തരുന്ന ഒരു ആവേശമുണ്ട്, അതാണ് ശരിക്കും പാഠം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ സാധനത്തിൽ വരാം. അതായത് നമ്മുടെ നമ്മുടെ ഫാസിൽ പുള്ളിയുടെ ചരടാണ് പൊട്ടിച്ചാണ് വിട്ടേക്കണേ. അതായത് അൺലീഷ് ദ പൊട്ടൻഷ്യൽ എന്ന് പറയൂലേ. അതായത് നമ്മളെ ഒരാളുടെ ചരടാണ് പൊട്ടിച്ചിട്ട്, മോനെ നീനൊക്കെ എന്താ കാണിക്കാൻ പറ്റാ, നീ പോയി കാണിച്ചോ, എന്നിട്ട് കാണിച്ചു കഴിഞ്ഞിട്ട് നീ തിരിച്ചു വാ എന്നുള്ള രീതിയിൽ ഫാസിനാണ് വിട്ടേക്കണേ, അഴിച്ചു വിട്ടേക്കണേ. എന്നിട്ട് പുള്ളി പോകുന്ന വഴി ക്യാമറയും കൊണ്ട് പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നേക്കണേ. അത് പുള്ളി മുതലെടുത്തിട്ടുണ്ട്. അത് നല്ല പൂണ്ട് വിളയാടിയിട്ടുണ്ട്. അത് ശരിക്കും ഈ പടത്തിൽ ശരിക്കും നമുക്ക് കാണാം. പടം നമ്മൾ പോയി വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാണെന്ന് പുള്ളിക്ക് തന്നെ അറിയാൻ പാടില്ല. ആ രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പടത്തിൽ നടിമാരില്ല, ലീഡിങ് ആയിട്ടുള്ള കോ ആക്ടേഴ്സ് ഇല്ല, പിന്നെ കൊടൂരമായിട്ടുള്ള വില്ലന്മാരൊന്നുമില്ല. എന്നിട്ടും ഫഹദ് കാണിച്ച് ഈ പടം വെച്ചേക്കാൻ നമുക്ക് തരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ പടത്തിന്റെ വിജയവും. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. നിങ്ങൾ നേരെ ഒരാവേശമില്ലാതെ പടം പോയി കണ്ടോ, എന്നിട്ട് ഫുൾ ആവേശത്തോടെ തിരിച്ചു പോന്നു. പിന്നെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകാൻ നോക്കുക. കാരണം ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ല. ഇതിന്റെ ഒപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പടവും കളിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടിയാൽ ഉടനെ എടുത്ത് നേരെ പോയി പടം കാണാം. പടം സൂപ്പറാണ്, പോയി കണ്ടോ.